ഹലോ ഗൈസ്, സുഗമോ ദേവിയിൽ ആ ഞെട്ടിക്കുന്ന ദൃശ്യങ്ങൾ വരാൻ പോകുന്നു. അതേ കൂട്ടുകാരെ, നമ്മുടെ നന്ദന്റെയും ദേവികയുടെയും ആ ഒരു വെഡിങ് ആനിവേഴ്സറി അടിച്ചു പൊളിച്ച് ആഘോഷിക്കാൻ ഒരുങ്ങുകയാണ് നമ്മുടെ ചന്ദ്രോത്ത് വീട് അല്ലെ. അപ്പൊ നമ്മുടെ പ്രഭാവതി ചന്ദ്രമതിയും ക്ഷണിക്കുന്നുണ്ട്. അപ്പൊ ചന്ദ്രമതി ത്യാഗരാജന്റെ അടുത്ത് പറയുന്നുണ്ട്, എടാ മോനെ, അവരുടെ വെഡിങ് ആനിവേഴ്സറി ദിവസമാണ്, ഏറ്റവും വില കൂടിയ ഗിഫ്റ്റ് വേണം മേടിച്ചുകൊണ്ട് വരാൻ എന്നൊക്കെ പറയാം. അപ്പൊ ത്യാഗരാജൻ ഞാൻ ഏറ്റു ചേച്ചി എന്നൊക്കെ പറഞ്ഞ് ഭയങ്കര ഓക്കെ കടിക്കുന്നുണ്ട്. പിന്നീട് നമ്മൾ അരുന്ധതിനെ പോയി നമ്മുടെ ത്യാഗരാജൻ കണ്ടി കാര്യങ്ങൾ പറയുമ്പോൾ നമ്മുടെ അരുന്ധതി ആണെങ്കിൽ ത്യാഗരാജന്റെ കാരണത്തിട്ടൊന്ന് കൊടുക്കുന്നുണ്ട്, ഭയങ്കരമായിട്ട് ഇങ്ങനെ ആട്ടുന്നുണ്ട്, കളി ആക്ഷേപിക്കുന്നുണ്ട്. കാരണം ത്യാഗരാജനെ കൊണ്ട് ഇതുവരെ ഒന്നും ചെയ്യാൻ പറ്റിയിട്ടില്ലല്ലോ എന്നും പറഞ്ഞിട്ട്. അപ്പൊ ത്യാഗരാജൻ ഇങ്ങനെ മനസ്സിന്റെ ഉള്ളിൽ പറയുന്നുണ്ട്, മാഡം എന്നെ കുറേയായി തരം താഴ്ത്തുന്നു, മാഡം നോക്കിക്കോ ഞാൻ എന്താ ചെയ്യാൻ പോകുന്നേ എന്നും പറഞ്ഞ് നമ്മുടെ ത്യാഗരാജൻ വാശി കയറി എന്തോ ചെയ്യാൻ പോകുന്നുണ്ട്. അപ്പുറത്ത് മറ്റേ രാഷ്ട്രീയ നേതാവ് നമ്മുടെ സിദ്ധാർത്ഥന്റെ വീട്ടിലേക്ക് വരുന്നുണ്ട്. എന്നിട്ട് സിദ്ധാർത്ഥനെ എനിക്ക് തോന്നുന്നു തിരികെ ആ ഒരു MLA പദവിയിലേക്ക് ആക്കാൻ വേണ്ടിയാണെന്ന് തോന്നുന്നു അദ്ദേഹം വരുന്നത്. അദ്ദേഹം ഇങ്ങനെ സംസാരിച്ച് തുടങ്ങുമ്പോൾ തന്നെ അദ്ദേഹത്തിന്റെ ഫോണിലേക്ക് ഒരു കോൾ വരുന്നുണ്ട്. മിക്കവാറും അത് അരുന്ധതി ആയിരിക്കാനാ സാധ്യത. അരുന്ധതി എന്നിട്ട് ഇങ്ങനെ പറയുന്നുണ്ട്, അദ്ദേഹത്തെ MLA സ്ഥാനത്തേക്ക് തിരികെ കയറ്റാനാണോ നിങ്ങളുടെ ഉദ്ദേശം എന്ന് ചോദിക്കുന്നതും കാണാം നമുക്ക്. അപ്പൊ എന്തായാലും മന്ത്രിയായിട്ട് തന്നെ ആയിരിക്കും നമ്മുടെ അരുന്ധതി സംസാരിക്കുന്നത് അല്ലെ. പിന്നെ അവിടെ എന്തൊക്കെ പുകിലായിരിക്കും നമ്മുടെ അരുന്ധതി വരുത്താൻ പോകുന്നേ എന്ന് നമുക്ക് കണ്ടു തന്നെ അറിയണം കേട്ടോ. കാരണം ആ ആഘോഷത്തിനിടയിൽ ഒരു വലിയ ബോംബ് വെച്ച് അപകടപ്പെടുത്താൻ എല്ലാവരും നമ്മുടെ ത്യാഗരാജനും അരുന്ധതിയും നോക്കുന്നുണ്ട്. ഇനി അതില് ആർക്കാണ് അപകടം പറ്റുക എന്നുള്ളതാണ് നമുക്കിനി അറിയേണ്ടത്. സിദ്ധാർത്ഥനായിരിക്കുമോ അപകടം പറ്റുന്നത്, അല്ലെങ്കിൽ എല്ലാം മാറ്റിമറിച്ച് നമ്മുടെ പ്രഭാവതിക്കായിരിക്കുമോ അപകടം വരുത്താൻ പോകുന്നത്, അല്ലെങ്കിൽ നന്ദൻ, ദേവിക, ഇവരിൽ ആരായിരിക്കും ആ ഒരു അപകടത്തിന് സാക്ഷിയാകാൻ പോകുന്നത് അല്ലെ. കാത്തിരുന്ന് എന്നെ കാണാട്ടോ. അപ്പൊ അടുത്തൊരു വീഡിയോയുമായി വരുന്നത് വരയ്ക്കും ഗുഡ് ബൈ.